ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് തന്നെ. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന ധാരാളം ചെടികളുണ്ട്. ഈ ചെടികളിലെ കുറിച്ച് ഞാൻ മുൻപ് ഒരു ചെടീനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞായിരുന്നു. എന്നാൽ ഇന്ന് വേറൊരു പുതിയൊരു ചെടീനെ കുറിച്ചാണ്. വളരെ അമൂല്യമായ, നമുക്ക് വളരെ ആയുർവേദ പ്രകാരം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ചെടിയാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ശംഖുപുഷ്പം എന്നാണ് ഈ ചെടിയുടെ പേര് തന്നെ. ശംഖുപുഷ്പം ഒരു നീല കളറിലുണ്ടാകുന്ന ഒരു ചെടിയാണ്. ആ ചെടി നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. നമുക്കത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെടി എൻ്റെ വീട്ടിലുമുണ്ട്. അപ്പോൾ ഈ ചെടീനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഇത് ആദ്യം വലിച്ചു കളയാൻ നിന്നതാണ്. പിന്നീടാണ് അറിഞ്ഞത് ഇത് ശംഖുപുഷ്പം മാത്രമല്ല, ഈ ചെടിയുടെ പൂവ് ഉണക്കി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് നമ്മളത് കൊണ്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് കിലോന് 1000 രൂപയാണെന്നാണ് പറയുന്നത് കേട്ടെ. ഞാൻ ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ ചെടി എന്താണെന്നും ആ ചെടിയുടെ രൂപം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും ഈ ചെടി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഈ ചെടീനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ആരും പറിച്ചു കളയാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചെടിയുടെ അടുത്തേക്ക് പോകാം. വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ആ ചെടിയുടെ പൂവ്. അതിമനോഹരമായിട്ടുള്ള നല്ല നീല കളറാണ്. ഇപ്പം നമ്മൾ മൊബൈൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് അതിൻ്റെ കളർ വ്യത്യാസം പോലെ തോന്നുന്നതാണ്. ശരിക്കും അത് നീല കളറാണ്. അകലെന്ന് കാണുമ്പോഴുള്ള ആ കളർ തന്നെയാണ്. ആ നീല കളർ കണ്ടില്ലേ നിങ്ങൾ? അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കളർ ക്യാമറ അടുത്ത് വരുമ്പോഴുള്ള കളർ വ്യത്യാസം മാത്രമാണ് കേട്ടോ. ശരിക്കുള്ളത് നീല കളറാണ്. ഈ സെയിം കളർ തന്നെ വെള്ളം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കുള്ള കളർ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇലകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് ശംഖുപുഷ്പത്തിൻ്റെ അപ്പോൾ നമ്മൾ ചെടിയുടെ ഇലയാണ്. ചെടിയുടെ ഇല എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ പൂവിനെ കണ്ടു. പൂവ് 4 ഇതിലുള്ള പൂവുണ്ട്, 5 ഇതിലുള്ള പൂവുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെടിയുടെ പൂവ് എടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കാണുന്നൊരവസ്ഥയാണ്. നല്ല ഭംഗിയുള്ള കളറല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കളറ് ചേർത്താൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ആ ചെടിയുടെ പൂവിട്ട് തിളപ്പിച്ചപ്പോൾ കിട്ടിയ കളറാണത്. ഒരു ചില്ല് ഗ്ലാസ്സിൽ ഞാൻ വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ് കുടിക്കാനായിട്ട്. നിങ്ങളെ കാണിക്കൽ ഞാൻ കുടിക്കാം. ഈ വെള്ളം നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു പൂവ് ഒന്ന് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് കുടിച്ചു നോക്കൂ. ഉദരസംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധി വികാസനത്തിന്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സംശയമുള്ളവർക്ക് ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ധൈര്യമായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് കുടിച്ച് കാണിച്ചു തരാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇത്തിരി ചൂടുണ്ട്, അത് കാരണം ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാൻ എനിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഒരു സാധാരണ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വിട്ടിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസം, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം സാധാരണ പോലെ വെള്ളം ചവർപ്പോ അല്ലെങ്കിൽ മധുരമോ അങ്ങനെയൊന്നുമില്ല. നല്ല സുഖത്തിൽ കുടിക്കാം. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും മാത്രം. ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വെള്ളം തന്നെയാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനോട് ഉൾപ്പെടെ ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദം ആചാര്യന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച്, ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഉപയോഗിക്കുക. കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെയുള്ള ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കളയരുത്. അതിന് ആവശ്യക്കാരെ അറിയേണ്ട. എല്ലാ വീട്ടിലും ഇത് പിടിച്ച് കിട്ടാറില്ല. അപ്പോൾ പിടിച്ച് കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് പടർന്ന് പന്തലിച്ചിട്ടാണ് പോവാം. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഇത് കൂടുതൽ വളരുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ചെടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഹായ് കൂട്ടുകാരെ, അപ്പം നിങ്ങളെല്ലാവരും ഈ ചെടിയുടെ ഗുണവിശേഷങ്ങളെ കുറിച്ചൊക്കെ കണ്ടു.
ചെടീനെ കണ്ടു. ചെടിയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാം എൻ്റെ അറിവിലേക്ക്. സംശയമുള്ളവർ ഇൻ്റർനെറ്റൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലും കൂടുതലായിട്ട് കിട്ടും. ഇതിൻ്റെ ശരിക്കുള്ള പേര് അപരാജിത എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമുണ്ട് ക്ലിട്ടോറിയ എന്നാണ്. പിന്നെ വേറൊരു ഭാഗം കൂടി ഉണ്ട്, അത് മുഴുവൻ എനിക്ക് പറയാനറിയില്ല. അതുപോലെ തന്നെ പല ഭാഷകളിൽ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ വേറൊരു തരത്തിൽ കൊയാള എന്നുള്ള എന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇതിനെ ശംഖുപുഷ്പം എന്നറിയപ്പെടുന്നു. അങ്ങനെ പല സ്ഥലത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പനി ഉണ്ടാകുമ്പോൾ, ചുമയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഗാർലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കാം. പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. അത് ഇതിൻ്റെ വെള്ളം മാത്രമല്ല, ചിലപ്പം ഇത് മുഴുവനോടെ എടുത്തിട്ട് അരച്ച് പേസ്റ്റാക്കി. പിന്നെ പൈൽസിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പൈൽസിന് ഇത് സമൂലം എടുത്തിട്ട് അരച്ച് ചേർത്ത് പൈൽസിൽ ഇടുന്ന ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ ചെടിക്കുണ്ട്. ഒരു 10-50ൻ്റെ അടുത്തോളം ഉപയോഗങ്ങൾ തന്നെ ഇതിന് ഉണ്ട്, ഈ ഒരൊറ്റ ചെടിക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ പൂവുണ്ടാവുന്നത് മഴക്കാലത്താണ്. പിന്നെ വിൻ്ററിലാണ് ഇതിൻ്റെ വിത്തുകളെല്ലാതും വരുന്നത്. ഇത് ചെറിയ എന്താ പറയുക, നമ്മുടെ അമരപ്പയറൊക്കെ ഉണ്ടാകുന്ന മാതിരിയുള്ള ചെറിയൊരു ഇല ഉള്ളൊരു സംഭവത്തിൻ്റെ ഉള്ളിൽ വിത്തുകളായിട്ട് വരും. ഇത് വിൻ്ററിലാണ് അത് ഉണ്ടാവുക. പൂക്കൾ കൂടുതലും ഉണ്ടാവുന്നത് മഴക്കാലത്താണ്. അപ്പോൾ മഴക്കാലത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ കിട്ടിയിട്ടുള്ളത്. ഞാൻ എല്ലാ ദിവസവും പൂക്കൾ ചുരുങ്ങിയ ഒരു 10-15-20 എണ്ണം എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാനതെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് പാക്കറ്റിലാക്കി വെക്കുകയാണ്. ഞാനത് കൊടുക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ വെക്കുകയാണ്. ഒന്ന് നോക്കണം എവിടെ അത് മേടിക്കും എന്നുള്ളതെന്ന് എനിക്കറിയില്ലെങ്കിലും അതൊന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ നടത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഉപയോഗമുള്ള ഈ ചെടി നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ നമ്മളത് പറിച്ച് കളയാനൊന്നും ശ്രമിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളതിനെ വളർത്തണം, ഉപയോഗിക്കണം. പിന്നെ ഇത് ആമസോണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും. അത്യാവശ്യം 10-200 രൂപയുടെ അടുത്ത് ഇതിന് വിലയുണ്ട് ഈ പ്ലാന്റിന്. ചിലവർ വീട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അപ്പോൾ എങ്ങാനും കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെറുതെ എവിടെയെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് നട്ടാൽ മതി. പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പരിചരിക്കുക. മഴക്കാലത്ത് നല്ലോണം പടർന്ന് പന്തലിച്ച് ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചെന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. എൻ്റെ മന്ദാരം എന്ന് പറയുന്ന ചെടിയുടെ മുകളിലാണ് ഇത് മുഴുവനും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് തന്നെ. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഞാനത് കുടിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ചുമയുണ്ട്. ചുമ വിട്ടു പോകണില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുടിക്കുകയാണ്. ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും എല്ലാവർക്കും നമസ്കാരം.